എനിക്ക് ചിരിക്കാനും ഞാൻ വഴി കുറേ പേര് ചിരിക്കട്ടെ എന്ന് എന്നെ വഴിയിൽ നിന്ന് കാണുമ്പോൾ ഒത്തിരി ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും സ്ത്രീകളും ഒക്കെ എന്തിനാ ചെറിയ 1ാം ക്ലാസ് തൊട്ടിട്ട് 90 വയസ്സ് വരെ ഫാൻസ് ഉണ്ട് എനിക്ക്. അപ്പോൾ പല മേഖലകളിലാണ് ഇത് കോർഡിനേറ്റേഴ്സ് ഉണ്ട്. അല്ല ഞാൻ പറഞ്ഞ 1ാം ക്ലാസ് തൊട്ട് 90 വയസ്സുള്ളവർ പോലും എൻ്റെ ഫാൻസിലുണ്ട്. കുറേ പേര് സ്പോർട്സ് പിള്ളേർ ഇഷ്ടപ്പെടുന്നു, ബിസിനസ് ഇഷ്ടപ്പെടുന്നവർ ഫാൻസ് ആയിട്ടുണ്ട്, ചാരിറ്റി, സ്പോർട്സ്, അങ്ങനെ പല എൻ്റർടൈൻമെൻറ്റ് എല്ലാ മേഖലകളിലും പലരുമായിട്ട് ഉണ്ട്. ഇവരൊക്കെ എന്നെ കാണുമ്പോൾ പറയും, വഴിയിൽ നിന്ന് വന്നിട്ട് പറയും ഇത് നന്നായിട്ടുണ്ട് അത് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ അവരൊക്കെ എന്നെ എൻകറേജ് ചെയ്യുന്നുണ്ട്. അത് ആണ് പെണ്ണ് ഭേദമില്ല, അത് ഓപ്പണായിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയും. ചിലവരൊക്കെ പറയും ഈ ഡയലോഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറയും. അപ്പോൾ ഒരുപാട് പേര് അങ്ങനെ പറയുന്നു. ഇത് ഇഷ്ടപ്പെടാത്ത കുറേ പേര് എയർ പിടിച്ച് നടക്കുന്നവരുണ്ട്. ഒരുവിധം ഒരു ഫ്ലൈറ്റിൽ കയറുകയാണെങ്കിൽ 100 പേരുണ്ടെങ്കിൽ 90 പേരും എന്നെ കൈ കാണിച്ചും വർത്താനം പറഞ്ഞ് പോകും. ട്രെയിനിൽ കയറിയാലും വഴി കണ്ടാലും ഒരു 10% ആൾക്കാർ എയർ പിടിച്ച് ഞാനാണ് മഹാൻ എല്ലാം അറിയുന്നവൻ തികഞ്ഞതെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടാവും. ചിലപ്പോൾ അവർ അങ്ങനെ ആയിരിക്കാം. അപ്പം നമുക്ക് എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടണം എന്ന് നിർബന്ധിക്കാൻ പറ്റില്ല. പക്ഷെ ശ്രമിച്ചു നോക്കാം. നമുക്ക് ഞാനെന്താ ഭീകരനോ കൊലപാതകയോ അല്ലെങ്കിൽ വീരപ്പനോ ഒന്നല്ലല്ലോ, ഒരു മനുഷ്യനല്ലേ നിങ്ങളെ പോലെ. അപ്പൊ നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ സ്നേഹിച്ച് മുമ്പോട്ട് പോവാം, അത്രയേ ഉള്ളൂ. എയർ പിടുത്തൊന്നും ആവശ്യമില്ല. ഹലോ ഹായ്, നമ്മുടെ ഹണി റോസ് ഷാർജയിലെത്തി ഉദ്ഘാടനം ചെയ്ത ഒരു സ്ഥാപനത്തിന്റെ വീഡിയോ ആണിത് കേട്ടോ. പക്ഷേ ഇവിടെ ഹണി റോസിന് ഏറ്റിരിക്കുന്ന കടുത്ത അപമാനം തന്നെയാണെന്ന് ഇതിനോടകം തന്നെ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ബോച്ചെ ഹണി റോസ് വിഷയം ഏത് രീതിയിലാണ് കേരളത്തിൽ പ്രതിഫലനം ഉണ്ടാക്കിയത് എന്ന് നമുക്കറിയാമല്ലോ. എന്തായാലും അതിന്റെ പ്രതിഫലനം ഈ ഒരു കേരളത്തിൽ മാത്രമല്ല പ്രവാസി ലോകത്ത് പോലും അതിന്റെ ഒരു പ്രകമ്പനം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു റിസൾട്ട് തന്നെയാണ് നമ്മളിപ്പോ കണ്ടത് അല്ലെ. എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. തനിക്ക് ഏത് വസ്ത്രവും ധരിക്കാമെന്നുള്ള സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെയാണ് ഇവിടെയും പുള്ളിക്കാരത്തി ആ ഒരു വേഷത്തിൽ വന്നിരിക്കുന്നത് അല്ലേ. എന്തായാലും ഈ ഒരു വേഷം കണ്ടിട്ട് നമുക്ക് വലിയ ഞെട്ടലൊന്നുമില്ല. കാരണം എത്രയോ ഇതിനേക്കാളും അപ്പുറമായിട്ടുള്ള വേഷങ്ങൾ നമ്മൾ കണ്ടതാണല്ലേ. പക്ഷെ ഇവിടെ ഒന്ന് നോക്കി, പുള്ളിക്കാരുടെ കോൺഫിഡൻസ് ആണോ അതോ എന്താണെന്ന് അറിയില്ല. എന്തായാലും ഇട്ടിരുന്ന വസ്ത്രത്തിന് ഒരു അപാകത സംഭവിച്ചിട്ടുണ്ട്. ഇത് കണ്ടു നിൽക്കുന്നവരൊക്കെ പറയുന്നുണ്ടാവും പുള്ളിക്കാരിക്ക് അത്രയും കോൺഫിഡൻസ് കാര്യം ഉള്ളത് കൊണ്ടാണ് ആ ഒരു രീതിയിൽ ആ ഒരു വള്ളി പൊട്ടിയിട്ട് പോലും പുള്ളിക്കാരി അത് മുന്നോട്ട് പോയത് എന്നത്. എന്തായാലും പുള്ളിക്കാരുടെ ആ കോൺഫിഡൻസ് ലെവലിൽ നമുക്ക് സമ്മതിക്കണം അല്ലെ. ഇത്രയും വലിയ ജനക്കൂട്ടത്തിനിടയിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് പോലും അത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്ന നമ്മുടെ ഹണി റോസിന് സമ്മതിക്കണം അല്ലെ. എന്തായാലും ഈ ഒരു ജനക്കൂട്ടത്തെ കണ്ട് നമ്മുടെ ഹണി റോസ് തെല്ലൊന്ന് അമ്പരന്നിട്ടുണ്ട് കേട്ടോ. കേരളത്തിലെ ഒരുപാട് പേര് വിമർശിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രവാസി ലോകത്ത് അതിനുള്ള ഇടയില്ല എന്ന് കരുതി സന്തോഷിച്ച് നിൽക്കുന്ന ആ ഒരു വേളയിലാണ് ഈ ഒരു സംഭവം അരങ്ങേറുന്നത്.
ഇവിടെ നമ്മുടെ ഹണി റോസ് തോറ്റ് തുന്നം പാടിയല്ലേ. കാരണം ഒരു ഉദ്ഘാടന വേളയില് ഇത് ആദ്യമായിരിക്കല്ലേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത്. ഹണി റോസ് വന്ന് ഉദ്ഘാടനം ചെയ്യുന്ന സ്ഥാപനത്തില് ഹണി റോസിന്റെ പേരല്ലാതെ മറ്റൊരാളുടെ പേരെടുത്ത് വിളിച്ചു പറയുന്നതല്ലേ, അതും ജനങ്ങൾ ഏറെ സ്നേഹിക്കുന്ന ബോച്ചയുടെ പേര് പറയുന്നത്. തീർച്ചയായും ബോച്ചയുടെ മഹത്വം കേരളത്തിൽ നിന്ന് മാത്രമല്ല, കേരളത്തിന്റെ പുറം രാജ്യങ്ങളിൽ പോലും അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളുടെ ആ മഹത്വം ഏറെക്കുറെ പേർ അനുഭവിച്ചതും അറിഞ്ഞതുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബോച്ചയോട് ഈ ഒരു സമീപനം, ഹണി റോസ് കാണിച്ച ഈ ഒരു സമീപനം തെറ്റായ സമീപനം തന്നെയായിരുന്നു എന്ന് തന്നെയാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നതല്ലേ. കാരണം ബോച്ച എന്നൊരു വ്യക്തി, അയാൾ പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു സഹായിക്കുന്ന ഒരാളാണ്. അയാളുടെ ഡബിൾ മീനിങ്ങിൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ രണ്ടായത് ചിന്തിച്ചാൽ മാത്രമാണ് അതിൽ നമുക്ക് ഡബിൾ മീനിങ് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ അല്ലേ. നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയും. അല്ല, നെഗറ്റീവാണ് ചിന്തിക്കുന്നതെങ്കിൽ അതിൽ നെഗറ്റിവിറ്റി ഉണ്ടാവുള്ളൂ. അത് നമ്മൾ ചിന്തിക്കുന്ന ചിന്താഗതി പോലെയാണ് ചെയ്യുന്നത്. ഇപ്പൊ കുന്തി ദേവി എന്ന് പറയുമ്പോൾ അവര് പുരാണത്തിലെ തന്നെ ഏറ്റവും അതിസുന്ദരിയായ ഒരു കഥാപാത്രമാണ് കുന്തി ദേവി എന്ന് പറയുന്നത്. ശരിക്കും ഹണി റോസ് വന്ന ആ ഒരു ഇനാഗ്രേഷന് കുന്തി ദേവിയോട് സാദൃശ്യം തോന്നുന്നു എന്ന് പറഞ്ഞാൽ അവർ അന്നിട്ടിരുന്ന ആ ഒരു വേഷവും തലയിലെ ആ ഒരു വട്ടക്കെട്ടും അങ്ങനെയൊക്കെയുള്ള ഒരു വേഷത്തിലാണ് അന്ന് അവർ ഇനാഗ്രേഷൻ വന്നത്. ശരിക്കും ആ വസ്ത്രവും ആ തലക്കെട്ടും എല്ലാം കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ കുന്തി ദേവിയോട് ആ ഒരു രൂപസാദൃശ്യം ബോച്ചയ്ക്ക് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാമല്ലോ മഹാഭാരതത്തിലെ കുന്തി ദേവിയോട് ഓർമ്മിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്. എന്തായാലും അദ്ദേഹം പറഞ്ഞ ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് 4-5 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു. ജാമ്യം കിട്ടാനൊക്കെ എത്ര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഉപാധികളോട് തന്നെ ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം വളരെ പരിമിതമായിട്ട് തന്നെയാണ് സംസാരിക്കുന്നതും എടുക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു ഷാർജയിൽ നമ്മുടെ ഹണി റോസിനേറ്റ കടുത്ത അപമാനം ഹണി റോസ് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അല്ലേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നു. എന്തായാലും ഇതിനെതിരെ പരാതിയുമായിട്ട് ഹണി റോസ് പോകുമെന്ന് തോന്നുന്നില്ല. കാരണം ഷാർജയിലെ ഗവൺമെന്റിന്റെ അടുത്ത് പോയി കാര്യമില്ലല്ലോ. ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ പോയ സ്ഥാപനത്തിൽ എന്റെ പേരല്ലാതെ മറ്റൊരാളുടെ പേര് വിളിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഒരു പരാതി കൊടുക്കാനും സാധ്യതയില്ല. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിനും വന്നിരുന്ന് പരാതി പറയാനും സാധ്യതയില്ല. എന്തായാലും ഈ ഒരു അപമാനം ഏറ്റുപോയി. ഇനി അതും കൊണ്ട് ചുമ്മാ മിണ്ടാതെ നടക്കാനേ പറ്റത്തുള്ളൂ. ഇനി അതിനെതിരെ ഒരു ആക്ഷൻ എടുക്കാനൊന്നും പുള്ളിക്കാരത്തി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.